നമസ്കാരം. കുളിച്ച് ചായ കുടിച്ച് ഇന്ന് ഇവിടെ പരിപാടി ഓണ പരിപാടി ഉണ്ട്. ഇവിടെ ചോറൊന്നും വെച്ചിട്ടില്ല. അപ്പനും പോയിട്ടുണ്ട്. വയ്യാണ്ട് പോയതാ. ഇനിയിപ്പോ ഞാനും കുറച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടിൽ പോണം. വീടിങ്ങനെ അടിച്ചിട്ടിട്ട് ഇങ്ങനെ ഉള്ള ഇനിയിപ്പം നാളെ വെള്ളത്തിന്റെ പൈസ അശോകിന്റെ പൈസ കൂടിയിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ ഷോർട്ടും ഉണ്ട്. അതുകൊണ്ട് ആരും ഞാനങ്ങ് വീട്ടിലേക്ക് പോന്ന 4 മണിക്ക് ഇവിടുത്തെ ഹോം നേഴ്സ് ഷീല മേഡം വന്നിട്ട് ഞാൻ സ്ഥലം ആകും. ഇവിടുത്തെ ഹോം നേഴ്സ് ഇന്ന് വരും 4 മണിക്ക്. ഞാൻ ഇവിടെ ആപ്പൻ്റെ അടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് വന്നതെന്ന് ഞാൾ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നയാന്ന് നിങ്ങളോട് പറഞ്ഞിന് കഴിഞ്ഞ വീഡിയോയിൽ. ഇന്നിവിടെ ഇവരെ റെസിഡൻസിൻ്റെ ഓണാഘോഷ പരിപാടിയുണ്ട്. അപ്പോൾ ഓണസദ്യ ഞാൻ ഇന്നലെ വന്നിട്ട് ഞാളെയും കൂടി ക്ഷണിച്ചിക്ക്. പക്ഷേ അയാൾ പോകുന്നില്ല. അപ്പോൾ അവർ ചോറിൻ്റെ ഭക്ഷണമെല്ലാം ഇവിടെ എത്തിക്കുമെന്ന്. എനിക്ക് ആപ്പനവിടത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ അച്ഛനാന്ന് കൊണ്ടുപോയി ഇട്ട് കൊടുത്തേ അല്ലേ. ഞങ്ങൾക്ക് ഓക്ക് ഭയങ്കര സന്തോഷം ഇന്നങ്ങ് പോന്നാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കാണാനായിട്ടെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് ഈ ചുറ്റും മതിലും വലിയ ഗേറ്റും ഇതൊന്നും ഞങ്ങൾക്ക് ശരിയാകുന്നില്ല. നമ്മൾ എല്ലാവരോടും വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് പോകുന്നവരോടെല്ലാം ലോഗിൻ ചെയ്ത് എല്ലാവരും വിശേഷങ്ങൾ അറിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കുറേ ആളെ കാണും. വൈകുന്നേരം നടക്കുമ്പോ ഞാൻ ഗീതയും നികേഷിനും കാണും. പിന്നെ കൊറേ ആൾക്കാരെ കാണും. പിന്നെ എന്നീ കാലത്ത് നിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇന്നലെ രാത്രി മോള് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങ് വരുന്നില്ലേ, ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോളിയാണ്. അപ്പം മോളീൻ്റെ അടുത്ത് ഞാൻ 4 മണിക്ക് പോവും. ഒരുപാട് പൂക്കൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പൂക്കളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാ പൂക്കളെത്തി നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ പാട്ടുപാടല് കുറവല്ലേ? പാട്ടുപാടല് കുറവാ. ഗ്രൂപ്പിലും പാടില്ല. അമ്മേന്റെ ഗ്രൂപ്പിൽ എനിക്ക് ഒരുപാട് ആളുണ്ട്. നമ്മയുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുണ്ട്. സൈത്തുണ്ട്, റോജനുണ്ട്, കോയമിളിക്കയുണ്ട്, പിന്നെ വിനീതുണ്ട്. പിന്നെ 59 ആളുണ്ട്. 59 ആളുണ്ട്. ഞങ്ങള് മൊത്തം കൂട്ടിയാല് ഞാനും ഇതിൽ ചേർന്നതാ. എന്നാ അവളെ മുഖത്തെ സന്തോഷം കാണുന്നത് അങ്ങ് പോകാലോ. വന്നവന്ന് ഇല്ലേനു. പിന്നെ പിറ്റേന്ന് തുടങ്ങി മൂടായിട്ട്. കാരണം ഇവിടെ ഭയങ്കര നിശബ്ദമാണ്. ഭയങ്കര നിശബ്ദമായിട്ടാണ് ഇവിടെ. അപ്പോൾ അതൊന്നും തീരെ ഞമ്മക്ക് പിടിക്കില്ല. എന്തോ ഒരു വാക്കുണ്ടെന്ന് അതുപോലത്തെ അവസ്ഥയാണ് എൻ്റെ മോളും. കാരണം നമ്മളെ അടുത്ത വീട്ടിലൊരാളെ കണ്ടിക്കില്ലെങ്കിൽ ഞാൻ അന്നേരം തന്നെ അവരെ വിളിച്ച് അല്ലെ മോള് വിളിച്ച് ചോദിക്കും എന്താ നിങ്ങളെ കാണുന്നില്ലല്ലോ ചിത്രേച്ചി അല്ലെങ്കിൽ കമറൂർ. പിന്നെ അവരോടെല്ലാം വിളിച്ചു ചോദിക്കും നിങ്ങളെ എന്താ വിശേഷം, എന്തെങ്കിലും സുഖയില്ലാണ്ടുണ്ടോ. ഇതെല്ലാം ഞാനിങ്ങനെ വിളിച്ചു ചോദിക്കുകയും വർത്താനം പറയുകയും ചെയ്യുന്നല്ലേ. എൻ്റെ അമ്മേ, ജീവിതത്തിൽ നമുക്ക് അതാന്നേ വേണ്ടേ, സന്തോഷം. എല്ലാവരുമായിട്ട് വർത്താനം പറയുക, ചിരിക്കുക, ഇങ്ങനെ ഭയങ്കര അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് മുന്നോട്ട് പോകില്ല. ഇങ്ങനെ ആരെയും കാണാണ്ടു വർത്താനം പറയാണ്ടു നമ്മളെന്നെ ഉണ്ടാക്കും, നമ്മളെന്നെ ഭക്ഷണം കഴിച്ച്. എനക്ക് കുറേ മക്കളെല്ലാം അല്ലേ, മോളും പറ, മോൾക്കും അങ്ങനെ തന്നെ അല്ലേ? ഇന്നലെ റണീഷിനെ ഞാൻ കൂട്ടാൻ പോയിരുന്നു. പോരാത്തരം ഐസ്ക്രീമായി കൊടുത്തിന്. പഠിച്ചോ എന്നാ മോളിയിട്ട് എനിക്കിട്ട് പണി തരുമോന്ന്. പിന്നെ പണിച്ചാല് ഞാൻ കൊണ്ടോണ്ടിരുന്നു മോളി പറയാ. ശരി, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കാണാം. എന്റെ വീട്ടിൽ കാണാം. See you.
അടുത്ത വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വീണ്ടും കാണാം.